ഞാനൊരു യുദ്ധ തടവുകാരനാണ്. എൻ്റെ വീട്ടിൽ നിന്നും എന്നെ കടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അമേരിക്കൻ കോടതിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയുടെ വാക്കുകളായിരുന്നു ഇത്. താൻ നിരപരാധിയാണെന്ന് പറയാൻ ശ്രമിച്ച മഡ്യൂറോയോട് അതിനുള്ള സമയം പിന്നീട് ലഭിക്കുമെന്നും ഇപ്പോൾ താങ്കൾ നിക്കോളാസ് മഡ്യൂറോ ആണെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രം മതിയെന്നാണ് കോടതിയിൽ ജഡ്ജ് പറഞ്ഞത്. ജനുവരി 3-ാം തീയതിയാണ് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്ന് വിളിക്കുന്ന മിലിറ്ററി ഓപ്പറേഷനിലൂടെ അമേരിക്കൻ ആർമി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറസിനെയും കടത്തിക്കൊണ്ടുപോകുന്നത്. നാർക്കോ ടെററിസം, ഡ്രഗ് ട്രാഫിക്കിംഗ് തുടങ്ങി തങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ തങ്ങൾ നിരപരാധികളാണെന്ന് രണ്ടുപേരും കോടതിയിൽ പറഞ്ഞു. മഡ്യൂറോയെ കടത്തിക്കൊണ്ടുപോയതിനെ ശക്തമായി എതിർത്ത UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർനാഷണൽ നിയമങ്ങളുടെ വയലേഷനാണ് അമേരിക്കയുടെ പ്രവൃത്തിയെന്നും പറഞ്ഞു. റഷ്യ, ചൈന കൂടാതെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കളും തട്ടിക്കൊണ്ടുപോകലാണിതെന്നും പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും ഉടൻ തന്നെ US മഡ്യൂറോയെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ലോകമെമ്പാടും അമേരിക്കയുടെ പ്രവർത്തനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. തുടക്കത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതിരുന്ന വെനസ്വേലൻ ജനത ഇപ്പോൾ വലിയ തരത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ അന്തസ്സിനും വേണ്ടി മാനവരാശിയുടെ വലിയൊരു ചുവടുവയ്പ്പെന്നാണ് മഡ്യൂറോയുടെ തട്ടിക്കൊണ്ടുപോകലിനെ സമാധാന നോബൽ ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ പ്രതികരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. ട്രംപിന്റെ പുതിയ നീക്കം US-ന്റെ ലാറ്റിൻ അമേരിക്കൻ സ്ട്രാറ്റജിയെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന ഒന്നാവുമെന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയ്ക്ക് ശേഷം ട്രംപ് തന്റെ ശ്രദ്ധ ഗ്രീൻലാൻഡിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതെന്താവുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.